എന്താ അവിടെ ഒരു ബഹളം? അവിടെ പിന്നെ നാട്ടിൽ പേപ്പട്ടിയെ തല്ലിക്കൊല്ലിയാണ് സാർ. 1.5 വയസ്സിനിടെ 51 മുറിവുകൾ ആ കുഞ്ഞു ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് 1.5 മാസം ആ പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ച് അവസാനം അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഇതിനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനമുണ്ടോ? നെടുമങ്ങാട് 1.5 വയസ്സുള്ള കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ച അഷ്കറിന്റെ കണ്ണില്ലാ ക്രൂരതയിൽ ആദ്യ ഭാര്യ ആമിനയുടെ ശരീരമാകെ തളർന്ന നിലയിലാണ്. നിങ്ങൾ മനുഷ്യനോ മൃഗം? ഉപദ്രവിക്കുമായിരുന്നു. നിനക്ക് മാപ്പില്ല കുറുപ്പേ. 2022 പാലോട് സ്വദേശിയായ ആമിനയെ അഷ്കർ വിവാഹം കഴിക്കുമ്പോൾ ആമിനയുടെ രൂപം ഇതായിരുന്നു. ഇവളൊക്കെ മുഖടച്ചൊന്ന് കൊടുക്കുക വേണ്ടത്. അങ്ങനെ കൊടുക്കാൻ ആളുണ്ടായിരുന്നു. അവൾ ഇങ്ങനെ കിടന്ന് തുള്ളുവോ? എന്നാൽ കഴിഞ്ഞ 2 വർഷക്കാലമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആമിന. സാറേ, ഒരു വെള്ള കടലാസിൽ എനിക്ക് കേസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാന്ന് എഴുതി ഒപ്പിട്ടിരുന്നു സാർ. ഉപദ്രവിക്കുന്നത് വയറ്റിൽ ചവിട്ടും, തലയ്ക്കടിക്കും, മൂക്ക് ഇങ്ങനെ അടിക്കും. അവരെന്തിനും അടിക്കാത്ത വർഗമാണ്. 2024 ആമിന ഇപ്പോൾ കാണുന്ന അവസ്ഥയിലേക്ക് മാറാൻ ഇടയായ സംഭവം. അഷ്കർ ആമിനയെ തലയുടെ പിൻവശം ഭിത്തിയിൽ ചേർത്ത് ഇടിപ്പിച്ചു. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. ആ സംഭവം ആമിനയുടെ ജീവിതം തകർത്തു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ആമിന 13 മാസം കോമ അവസ്ഥയിൽ കിടന്നു. ചത്താലും നീ പൊടിത്തേ ചാവൂ. 2 പാവങ്ങളെ ദ്രോഹിച്ചതിന് നിനക്ക് കിട്ടിയ കൂലിയത്. ക്രൂരത പലവിധമായിരുന്നു. ഓടുന്ന ഓട്ടോറിക്ഷയിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വായിൽ ബലം പ്രയോഗിച്ച് വിഷമൊഴിച്ചു. നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ഞാൻ എന്ന് 2 പൊട്ടിച്ചിട്ട് ഓടി. ആ കേൾക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൊലവിളിയാ. സാറേ, എന്നെ എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കണം. അയ്യോ, നോ നോ നോ. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. എന്റെ കടമയല്ലേ ഞാൻ ചെയ്തത്. ഇവിടെ എവിടെയെങ്കിലും പൊട്ടിയിരുന്നു നോക്കി. അല്ല, വായിലൊപ്പരസം തോന്നുന്നു. ചെറുതായിട്ട് ഉൾപ്പുരസില്ലേ? എന്നാ ഉള്ളു പൊട്ടിയിട്ടുണ്ടാവും. ഇനി ഒരു കണ്ണാടി എടുത്ത് മുഖത്തോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് തറപ്പിച്ച് പറയണം, പാഴായിപ്പോയ ജന്മമെന്ന്.